ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ വേദിയിൽ ഇനി നമുക്ക് കുറച്ച് നല്ല സംഗീതം ആസ്വദിച്ചാലോ? അടിപൊളി. ഓക്കെ, അപ്പൊ നല്ലൊരു ഗായകനെ ഞാൻ ഇങ്ങോട്ട് വിളിക്കാൻ പോവാണ്. നമ്മുടെ വയനാട് വെച്ച് നടന്ന പ്രാദേശിക ഓഡിഷനിൽ നിന്നുമാണ് ഈ ഒരു കണ്ടസ്റ്റന്റിന്, ഈ ഒരു പാട്ടുകാരനെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് നല്ലൊരു കൈഡി കൊടുത്ത് അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം നിഷാദ്. ഹലോ നിഷാദിക്ക, വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ. താങ്ക് യു. വയനാട് എവിടെയാണ് സ്ഥലം? വയനാട് ഞാൻ മേപ്പാടിയാണ്. മേപ്പാടിയാണ്. ഓക്കെ, പാട്ടുകാരനാണ്. പ്രൊഫഷണൽ സിംഗർ ആണോ അതോ പാട്ട് ഒരു സൈഡ് പാഷൻ പോലെ കൊണ്ട് നടക്കുന്ന ഒന്നാണോ? അല്ല, പ്രൊഫഷണലായിട്ട് പോകുന്നു. ആഹാ, ട്രൂപ്പിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അത് ശരി. എത്ര വർഷമായി ഇപ്പൊ? ഒരു 15 വർഷമായിട്ട് ഫീൽഡിലുണ്ട്. നിഷാദിക്കിന് ആദ്യം ഇപ്പൊ പാട്ടൊന്നും കേൾക്കണേക്കുമ്പോ ആദ്യം തന്നെ പറയേണ്ട കാര്യം കിടിലൻ ശബ്ദം, മനോഹരമായ ശബ്ദം. താങ്ക് യു. അത് പാട്ട് കേൾക്കണേക്കുമ്പോ തന്നെ പറയാല്ല, കാരണം അതാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഉഗ്രൻ, ദൈവം അനുഗ്രഹിച്ചു തന്ന ഒരു ശബ്ദമാണ്. അപ്പൊ സംസാരിക്കുമ്പോഴുള്ള ശബ്ദം ഇത്ര മനോഹരമാണെങ്കിൽ പാട്ട് അതിമനോഹരമായിരിക്കും. നമുക്ക് ആദ്യത്തെ പാട്ട് കേൾക്കാം അല്ലേ? ഏതാണ് ഇക്ക ആദ്യമായിട്ട് പാടാൻ പോകുന്ന പാട്ട്? നമുക്ക് പറക്കാൻ മുന്തിരിത്തുകൾ എന്ന മൂവിയിലെ പവിഴം പോൽ. സൂപ്പർ. ഓക്കെ, പവിഴം പോൽ പവിഴാധരം പോൽ പനിനീർ പൊന്മുകുളം പോൽ പവിഴം പോൽ പവിഴാധരം പോൽ പനിനീർ പൊന്മുകുളം പോൽ തുടുശോഭയഴും നിറമുന്തിരി മുഖസൗരഭമോ പകരുന്നു. പവിഴം പോൽ പവിഴാധരം പോൽ പനിനീർ പൊന്മുകുളം പോൽ. മാതളങ്ങൾ തളിർച്ചൂടിയില്ലേ, കതിർപ്പാൽ മണികൾ കനമാർന്നതില്ലേ, മതകൂജനമാർന്നിണപ്രാക്കളില്ലേ. മാതളങ്ങൾ കതിർച്ചൂടിയില്ലേ, കതിർപ്പാൽ മണികൾ കനമാർന്നതില്ലേ, മതകൂജനമാർന്നിണപ്രാക്കളില്ലേ. പുലർവേളകളിൽ വയലേലകളിൽ കണി കണ്ടുവരാം, കുളിർ ചൂടിവരാം. പവിഴം പോൽ പവിഴാധരം പോൽ പനിനീർ പൊന്മുകുളം പോൽ തുടുശോഭയഴും നിറമുന്തിരി മുഖസൗരഭമോ പകരുന്നു. പവിഴം പോൽ പവിഴാധരം പോൽ പനിനീർ പൊന്മുകുളം പോ. എന്താ ഫീൽ, സൂപ്പർ ആയിട്ടുണ്ടല്ലേ? അടിപൊളി. താങ്ക് യു സാർ. ബിജുക്കുട്ടൻ ചേട്ടൻ നേരത്തെ പറഞ്ഞതുപോലെ ചേട്ടന്റെ സൗണ്ടിന്റെ ഒരു മാധുര്യം പാട്ടിൽ ഡബിൾ മടങ്ങായിട്ടുണ്ട്. സൂപ്പർ. ചേട്ടൻ എങ്ങനെയാണ്, സ്വയം സംഗീതം പഠിച്ചതാണോ അതോ എവിടെയെങ്കിലും പഠിക്കുന്നുണ്ടോ? ഇല്ല, സംഗീതം പഠിച്ചിട്ടില്ല. ചെറുപ്പത്തിലെ പാടുമായിരുന്നു, ഞാൻ ചെറുതാവുമ്പോഴേ പാടുമായിരുന്നു. അത് ശരി. ചേട്ടന്റെ വീട്ടില് ആരൊക്കെയുണ്ട്? വീട്ടില് ഭാര്യയും 2 പിള്ളേരും ഉമ്മയും. അത് ശരി. കുട്ടികൾ എന്ത് ചെയ്യുന്നു? ഒരാള് PG പഠിക്കുക, ഒരാള് +2 പഠിക്കുക. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പൊ അങ്ങ് പറഞ്ഞു വയനാട് മേപ്പാടിയിലാണ് വീടെന്ന് പറഞ്ഞു. ആ, മേപ്പാടിയാണ്. ഈ ചൂരൽമല അതിനൊക്കെ അടുത്തായിട്ടല്ലേ മേപ്പാടി വരുന്നത്.
ഇപ്പൊ അവിടെ ഈ അടുത്ത് തന്നെ മേപ്പാടിയിൽ മണ്ണിടിച്ച് അവിടെ അല്ലേ? ഇപ്പൊ 2 ആഴ്ച മുമ്പ് ഒരു എന്റെ വീട്ടിൽ നിന്ന് ഒരു 12 കിലോമീറ്ററേ ഉള്ളൂ അങ്ങോട്ട്. ഓ 170 കുടുംബത്തിന് ഇനിയും സർക്കാർ മാറാൻ പറഞ്ഞിരിക്കുകയാണ്. ഇനിയും സേഫ് അല്ല. ഒരു 170 കുടുംബത്തോളം ഇനി അവിടുന്ന് മാറണമെന്നാണ് പറയുന്നത്. കാരണം മഴ ശരിക്കും തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അതെ അതെ. ചേട്ടന്റെ വീട് ആ ഒരു റഡാറിലാണോ വരുന്നത്, അതോ ചേട്ടൻ എവിടെയൊക്കെ സേഫ് ആണോ? അല്ല, സേഫ് ആണ്. പക്ഷേ ചേട്ടാ, നമ്മൾ ആക്ച്വലി കഴിഞ്ഞ തവണ ഓഡിഷൻ കഴിഞ്ഞപ്പോ ചേട്ടനെ വിളിച്ചതായിരുന്നു. പക്ഷെ ഈ ഒരു സംഭവം കൊണ്ട് തന്നെ വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അല്ലേ? ഞങ്ങൾ വന്നിട്ട് തിരിച്ചു പോയതാ. രണ്ടാമത്തെ സംഭവം നടന്നിട്ടല്ലേ? അപ്പൊ വന്ന് പകുതി എത്തിയപ്പോ ഞങ്ങള് കുന്നമംഗലത്ത് ഇറങ്ങിയിട്ട് തിരിച്ചു പോയതാ. എന്തായാലും നമുക്ക് അടുത്ത പാട്ടിലേക്ക് കടക്കാം അല്ലേ? ഓക്കെ ചേട്ടാ, അടുത്ത പാട്ട് ഏതാണ്? നമ്മള് ഉള്ളടക്കം എന്ന മൂവിയിലെ എന്തിവയിൽ പൊന്നുതിരും. സൂപ്പർ. അന്തിവയിൽ പൊന്നുതിരും ഏതൻ സ്വപ്നവുമാ, വെള്ളിമുകിൽ പൂവണിയും അഞ്ചന താഴ്വരയിൽ കണിമഞ്ഞു മൂടുമീ നവരംഗ സന്ധ്യയിൽ മധുചന്ദ്രബിംബമേ. അന്തിവയിൽ പൊന്നുതിരും ഏതൻ സ്വപ്നവുമാ, വെള്ളിമുകിൽ പൂവണിയും അഞ്ചന താഴ്വരയിൽ. ചെപ്പുകിലും നീ തലമർമരങ്ങളിൽ രാപ്പാടിയുണരും സ്വരരാജിയിൽ. കാറ്റിൽ ചെപ്പുകിലും നീ തലമർമരങ്ങളിൽ രാപ്പാടിയുണരും സ്വരരാജിയിൽ. പനിനീർക്കിനാക്കളിൽ പ്രണയാങ്കുരം ഇതു നമ്മൾ ചേരും സുഗന്ധ തീരം. അന്തിവയിൽ പൊന്നുതിരും ഏതൻ സ്വപ്നവുമാ, വെള്ളിമുകിൽ പൂവണിയും അഞ്ചന താഴ്വരയിൽ. വർണ്ണപതംഗം തേടും മൃദു യൗവനങ്ങളിൽ അനുഭൂതിയേകും പ്രിയ സംഗമം. വർണ്ണപതംഗം തേടും മൃദു യൗവനങ്ങളിൽ അനുഭൂതിയേകും പ്രിയ സംഗമം. കൗമാരമുന്തിരി തളിർവാടിയിൽ കുളിരാർന്നുവല്ലോ വസന്തരാഗം. അന്തിവയിൽ പൊന്നുതിരും ഏതൻ സ്വപ്നവുമാ, വെള്ളിമുകിൽ പൂവണിയും അഞ്ചന താഴ്വരയിൽ കണിമഞ്ഞു മൂടുമീ നവരംഗ സന്ധ്യയിൽ. മധുചന്ദ്രബിംബമേ. അന്തിവയിൽ പൊന്നുതിരും ഏതൻ സ്വപ്നവുമാ, വെള്ളിമുകിൽ പൂവണിയും അഞ്ചന താഴ്വരയിൽ. ഓരോ സംഗതികളൊക്കെ ഇങ്ങനെ നിസ്സാരമായിട്ടാണല്ലേ വരുന്നത്. യഥാർത്ഥത്തിൽ ഈ പാട്ട് ഇങ്ങനെയായിരുന്നല്ലേ പാടുമ്പോ? അല്ല അതല്ല, പാട്ട് പഠിച്ചിട്ടില്ലെന്നാ പറഞ്ഞത്. അതെ അതെ അതെ. അപ്പൊ പഠിച്ചിരുന്നത് എന്താ എന്നുള്ളതാണ്. നമ്മുടെ സുദീപേട്ടല്ലേ, സുദീപേട്ടന്റെ സൗണ്ടുമായിട്ടൊക്കെ സാമ്യമുണ്ട് സത്യം പറഞ്ഞു. അല്ല, ഇദ്ദേഹം ആദ്യം പാടിയ പാട്ടും ടോൺ ചെറുതായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ പാട്ടിലേക്ക് വന്നപ്പോ വേറൊരു ടോണിലാണ് പിടിച്ചിരിക്കുന്നത്. വേറെ ഏതെങ്കിലും ഷോയിൽ പോയിട്ടുണ്ടോ ഇതുപോലെ? ഇല്ല. ഫസ്റ്റ് ആണോ ഫ്ലവേഴ്സിൽ? ഞാൻ ഒരു 10 വർഷമായിട്ട് ഫ്ലവേഴ്സിന്റെ ഒരു വേദിയിൽ കയറണമെന്ന് ഒരുപാട് ആഗ്രഹിച്ച് സർവശക്തന് ഒരുപാട് നന്ദി.
ഞാൻ അത് പറയാണ്. കാരണം എൻ്റെ ഈ സംഗീത ജീവിതത്തിനിടയ്ക്ക് ഞാൻ മരിച്ചു പോയാലും എനിക്ക് പറയാൻ, എൻ്റെ മക്കൾക്ക് പറയാൻ ഒരു കാര്യം, എൻ്റെ ഫാദർ ഇങ്ങനെ പോയിരുന്നു എന്നെങ്കിലും പറയാം. എനിക്കും അതെ, സത്യം പറയാം, എനിക്ക് അത്ര സന്തോഷമാണ്. ഫ്ലവേഴ്സിന്റെ കോമഡി ഉത്സവം ഒരുപാട് ആഗ്രഹിച്ചു, അതെനിക്ക് കിട്ടിയില്ല. ഏറ്റവും വേറെ വലിയ വേദിയിൽ ഇരിക്കാൻ നിൽക്കാൻ കഴിഞ്ഞത്, പാടാൻ കഴിഞ്ഞത് ഒരുപാട് വലിയ സന്തോഷം. എനിക്ക് സ്ഥിരമായിട്ട് കാണുന്ന പ്രോഗ്രാമാണ് ഏറ്റവും വേറെ. ഒരുപാട് ആഗ്രഹം ഇപ്പൊ സഫലീകരിച്ചതിന്റെ സന്തോഷം കൂടെ ഉണ്ട്. നിഷാദ് ബ്രോ, അതായത് ഫ്ലവേഴ്സിൽ വന്നവർക്ക് ജീവിതം കിട്ടിയിട്ടേ ഉള്ളൂ. ഉറപ്പായിട്ടും ഇനി വരും. പാട്ടല്ലാതെ വേറെ എന്തെങ്കിലും ജോലിയായിട്ട്? ഞാൻ റെസ്റ്റോറന്റിൽ വർക്ക് ചെയ്യാണ്. മേപ്പാടി തന്നെ റെസ്റ്റോറന്റിൽ വർക്ക്. ഓ, ഇനിയിപ്പോ എനിക്ക് തോന്നുന്നു റെസ്റ്റോറന്റിലൊക്കെ നിൽക്കാൻ സമയം ഉണ്ടാവും. അങ്ങനെ ആവട്ടെ, അങ്ങനെ ആവട്ടെ സാർ. അഥവാ അവിടെ നിൽക്കുകയാണെങ്കിൽ ഒരു പാട്ട് പാടാവുന്ന ആരെങ്കിലും ചോദിക്കും. ഇത് കണ്ടിപ്പോ മനസ്സിലാക്കുമല്ലോ. അതെ അതെ. ഇനിയുണ്ടോ പാട്ട്? ഒരു പാട്ട് കൂടെ ഉണ്ട്. ഏത് പാട്ടാണ് ചേട്ടാ അടുത്തായിട്ട് പാടുന്നത്? മഴ പെയ്തു മാനം തെളിഞ്ഞ നേരം, അഭിഭാഷകന്റെ കേസ് ഡയറി. ഒക്കെ ബേസ് പാട്ടാ. മഴ പെയ്തു മാനം തെളിഞ്ഞ നേരം, മഴ പെയ്തു മാനം തെളിഞ്ഞ നേരം, തൊടിയിലെ തൈമാവിൻ ചോട്ടിൽ ഒരു കൊച്ചു കാറ്റേറ്റു വീണ തേന്മാമ്പഴം ഒരുമിച്ചു പങ്കിട്ട കാലം, ഒരുമിച്ചു പങ്കിട്ട ബാല്യകാലം. മഴ പെയ്തു മാനം തെളിഞ്ഞ നേരം. പലവട്ടം പിന്നെയും മാവ് പൂത്തു, പുഴയിലാ പൂക്കൾ വീണൊഴുകിപ്പോയി. പകൽ വർഷരാത്രി തൻ പിഴി തുടച്ചു, പിരിയാത്ത നിഴലു നീ എന്നറിഞ്ഞു, പിരിയാത്ത നിഴലു നീ എന്നറിഞ്ഞു. മഴ പെയ്തു മാനം തെളിഞ്ഞ നേരം. എരിവേനലില്ലിളം കാറ്റുപോലെ, കുളിർവേളയിൽ ഇളവെയിലുപോലെ, എല്ലാം മറന്നെനിക്കെന്നും ഉറങ്ങാൻ നീ തന്നു മനസ്സിൻ്റെ തൊട്ടിൽ പോലും, നീ തന്നു മനസ്സിൻ്റെ തൊട്ടിൽ പോലും. മഴ പെയ്തു മാനം തെളിഞ്ഞ നേരം, തൊടിയിലെ തൈമാവിൻ ചോട്ടിൽ ഒരു കൊച്ചു കാറ്റേറ്റു വീണ തേന്മാമ്പഴം ഒരുമിച്ചു പങ്കിട്ട കാലം, ഒരുമിച്ചു പങ്കിട്ട ബാല്യകാലം. മഴ പെയ്തു മാനം തെളിഞ്ഞ നേരം. സൂപ്പർ, ഒരു രക്ഷയില്ല. ചേട്ടൻ പാടുന്നതിന്റെ ഇടയിൽ നമുക്ക് നല്ലൊരു സ്മൈല് തരും. അത് പാട്ടിനോടൊപ്പം തന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അസീസിക്ക് അടിപൊളിയായിരുന്നല്ലേ പാട്ട്? ഒരു രക്ഷയില്ല ഭായ്, സത്യം പൊളിച്ചടിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ ഓരോ സംഗതികളുണ്ടല്ലോ, കറക്റ്റാണ് നിങ്ങൾ പാടുന്നത്. സംഗീതം പഠിക്കാതെയൊക്കെ ഇങ്ങനെ SPB ഒക്കെ പാടുന്നത് പോലെ. കാരണം അത് ഇപ്പം നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു സത്യം പറഞ്ഞു. ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ സാഹചര്യം ശരിയായില്ല, അതുകൊണ്ടാണ് പോവാത്തത്. ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. ചേട്ടാ, എന്തായാലും ഈ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരുപാട് പ്രോഗ്രാം വരും.
ഒരുപാട് പാട്ടുകൾ അങ്ങ് ആഗ്രഹിച്ച പോലെയുള്ള പാട്ടുകൾ പാടാൻ കഴിയട്ടെ. അപ്പോൾ തീർച്ചയായും എനിക്ക് തോന്നുന്നത് ഈ ഒരു ഫ്ലോറ് അങ്ങയുടെ ജീവിതത്തിൽ ഒരു പുനർയാത്ര, ഒരിക്കൽ കൂടി ഒരു ഷിഫ്റ്റ്, ഗിയർ ഷിഫ്റ്റ് അതുണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത്ര മനോഹരമായിട്ട് പാടി. ഞങ്ങൾ നന്ദി പറയാണ്. ഇത്രയും മനോഹരമായ 3 പാട്ടുകൾ നമുക്ക് ഇവിടുന്ന് കേൾക്കാൻ പറ്റിയല്ലോ. സന്തോഷം. സൂപ്പർ. ബിജുകുട്ടൻ ചേട്ടാ, അല്ല കരഞ്ഞു. അല്ല അവസാനം മഴ പെയ്തു പാട്ട് ഭയങ്കര ഫീൽ ആയിരുന്നു കേട്ടോ. ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. ശബ്ദം അത് യൂട്ടിലൈസ് ചെയ്ത് കറക്റ്റായിട്ട്. അപ്പം എനിക്ക് തോന്നുന്നത് ഒരേ സമയമുണ്ട്. അപ്പം നമ്മുടെ സമയം ഇനിയാണ് അങ്ങോട്ട്. വയനാടിന്റെ ഭംഗി പാട്ടിലുമുണ്ട്. അടിപൊളി അടിപൊളി. വയനാടിന്റെ ഗായകൻ. താങ്ക് യു സാർ. ഇന്ന് ആരാ ചേട്ടാ കൂടെ വന്നിട്ടുള്ളത്? ഇന്ന് ഞാൻ വന്നിട്ടുള്ള എൻ്റെ ഒരു സുഹൃത്താണ് ജാബിർ ഷാ. എനിക്കറിയാം, നമ്മുടെ ആളല്ലേ ജാബിർ ഷാ? അതെ അതെ. ജാബിർ ഷാന്റെ ഒരു പേജ് ഉണ്ട്, വോയിസ് ഓഫ് ജാബിർ ഷാ എന്ന് പറഞ്ഞു. ഈ പേജിൽ നിരന്തരം ഞാൻ വീഡിയോ ചെയ്ത് ഇങ്ങനെ ഇടുമായിരുന്നു. ഈ ഒരു വേദിയിലെത്താൻ ആ വീഡിയോകൾ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. വോയിസ് ഓഫ് ജാബിർ ഷായിൽ ഇട്ട വീഡിയോ ജാബിർ ഷാ എന്റെ കൂടെ ഒന്ന് വന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയും കേട്ട സ്ഥിതിക്ക് നമുക്ക് ജാബിർ ഷാ ഒന്ന് പരിചയപ്പെടണ്ടേ? അപ്പൊ ജാബിർ ഷാ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ജാബിർ ഷാ, എന്താ വിശേഷം? സുഖമായിരിക്കുന്നോ? സുഖം. എപ്പോഴും നല്ല ഗെറ്റപ്പിലാണ്. കാരണം ഹെയർ സ്റ്റൈലും താടിയും ഇതൊക്കെ വെച്ചും ഭയങ്കര സെറ്റ് ചെയ്ത്. ജാബിർ ഷാ മിമിക് പാട്ടുകാരനല്ലേ? പാട്ടൊക്കെ പാടും. അപ്പൊ കൂടെ ഉള്ളൊരു കലാകാരനെയും ഉയർത്തിക്കൊണ്ട് വരുവാണ് ആള്. ഞങ്ങള് പിന്നെ ചെറുതാവുമ്പോ തന്നെ ഈ ഫീൽഡിലുണ്ട്. അപ്പൊ ഞങ്ങള് എന്നും ഫോണ് വിളിക്കുമ്പോ തമാശയൊക്കെ പറയും. പിന്നെ കൂടുതലും ഫുഡിന്റെ കാര്യങ്ങളാണ് സംസാരിക്കുക. ഭക്ഷണ കാര്യങ്ങൾ ഭയങ്കര താല്പര്യമാണ് ആൾക്കും എനിക്കും. അപ്പോൾ ആ കൂട്ടത്തിൽ ഫോൺ വെക്കുന്ന സമയത്തൊക്കെ പറയല് എന്നാ ഞാനൊന്നൊരു ഫെയിം ആവുക. കാരണം ഞാൻ ഓൾറെഡി പല സ്ഥലങ്ങളിൽ പോകുമ്പോഴും അവിടെയുള്ള ആളുകൾ ഫെയിം മസ്റ്റാണ്. ഒരു ഷോ ഒക്കെ ഒരു ഫെയിം എന്തായാലും വേണമല്ലോ. അപ്പോൾ ഞാൻ പറയും നമുക്ക് നോക്കാം. അങ്ങനെ എൻ്റെ പേജ് വോയിസ് ഓഫ് ജാബിർ ഷായിൽ ഇട്ടു. അങ്ങനെ ആ വീഡിയോ അത്യാവശ്യം കണ്ടു. അപ്പോൾ അർജുൻ സാറും ഋതുവേട്ടനൊക്കെ ഞാൻ അയച്ചു കൊടുത്തിരുന്നു. അപ്പോൾ വയനാട്ടിൽ സെൻറ് ജോസഫ് സ്കൂളിലൊരു ഓഡീഷൻ വെച്ചു. അന്ന് നിഷാദൊക്കെ വന്ന് പാടി. അങ്ങനെ ഡയറക്റ്റ് സെലക്ഷൻ കിട്ടി. അങ്ങനെ ജാബിർ ഷാ ഒരു നല്ല കലാകാരനാണ് എന്നതിലുപരി ഒരു വളരെ നല്ലൊരു ഹൃദയത്തിന് ഉടമ കൂടിയാണ്. കാരണം നമ്മുടെ ചൂരൽമല ഒരു മണ്ണിടിച്ചിലില് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെയും അതുപോലെ തന്നെ സഹോദരങ്ങളെയും ഒക്കെ നഷ്ടപ്പെട്ടു. എങ്കിലും ഇപ്പോഴും അദ്ദേഹത്തിന്റെ വീടും പോയി. എങ്കിലും ഇപ്പോൾ കൂടി വീണ്ടും ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കാനായിട്ട് ജാബിർ ഷാ കാണിക്കുന്ന ഒരു മനസ്സിനൊരു വലിയ സല്യൂട്ട്. മുണ്ടക്കൈയിലാണ് ഫസ്റ്റ് ഫ്ലഡ് നടന്നതിൽ ഉമ്മച്ചിൻ്റെ സഹോദരിയും മകനും കുടുംബമൊക്കെ 6 പേര് അങ്ങനെ പിന്നെ നഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ ഷെഡ്യൂളിലാണ് വരേണ്ടിയിരുന്നത്. അപ്പോൾ വരുന്ന വഴിക്ക് കോഴിക്കോട് എത്താൻ നേരത്ത് വൈഫ് വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, പെട്ടെന്ന് വരണതാണ്. അപ്പം തന്നെ ബസ് ഇറങ്ങി തിരിച്ചു ഓടി അങ്ങോട്ട് വീട്ടിലേക്ക് എത്തി. കഴിഞ്ഞ ഷെഡ്യൂളിൽ വരേണ്ടതായിരുന്നു ശരിക്കും. അവിടെ എത്തിയപ്പോഴാണ് അതിൻ്റെ ഒരു തീവ്രത മനസ്സിലായത്. ശരിക്കും ഭയങ്കരമായിട്ട് എന്തോ ഒരു ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ്. കുറച്ചുകൂടെ ഫോഴ്സിൽ വരികയാണെങ്കിൽ ഞങ്ങളുടെ വീടും ആ പ്രദേശമൊന്നും ഉണ്ടാവില്ല. എന്തോ വലിയൊരു ഭാഗ്യം. വീട് അതിൻ്റെ അടുത്താണോ? തൊട്ടടുത്ത്. ആ CCTVയില് ഒരു ലോറി വന്ന് ഹോട്ടൽ അതിന്റെ ആ ലോറി ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീടൊന്നും ഈ സെക്കൻഡ് ആ ഹോട്ടലിനോട് ചേർന്നിട്ടാ വീട്. ഇത്രയും കാര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോയിട്ടും മറ്റുള്ളവരിലേക്ക് ജാബിർ ഷാ എന്നും കൊടുക്കുന്നത് അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ആ ഒരു പോസിറ്റിവിറ്റിയാണ്. അതൊരു അനുഗ്രഹമായ ഒരു ഭാഗ്യം തന്നെയാണ് എല്ലാ തവണയും ജാബിർ ഷാ രക്ഷിക്കുന്നതെന്ന് നമുക്ക് എന്തായാലും നമ്മൾ പറയാണ് കേട്ടോ. അപ്പൊ നല്ലൊരു പാട്ടുകാരനാണ് ജാബിർ ഷാ എന്ന് നേരത്തെ പറയണ്ടായി. നമ്മുടെ വേദിയിൽ വരുന്ന കലാകാരന്മാരെ നമ്മൾ അങ്ങനെ വെറുതെ അയക്കില്ലല്ലോ. നമുക്ക് ജാബിർ ഷായുടെ പാട്ടൊന്ന് കേൾക്കണ്ടേ? തീർച്ചയായിട്ടും. നല്ലൊരു കൈ കൊടുക്കാം. ജാബിർ ഷാ ഏത് സോങ് ആണ് നമുക്ക് വേണ്ടി പാടാൻ പോകുന്നത്? 90s ഹിറ്റായ മുത്ത് ഹബീബി മൊഞ്ചത്തി എന്ന് പറഞ്ഞ ആൽബത്തിൽ നമ്മുടെ കൊല്ലം ഷാഫിഖാന്റെ ലിറിക്കാന്റെ മ്യൂസിക്കിലുള്ള ഒരു പൂ തന്നാൽ എന്നുള്ള പാട്ട്. ഒരു പൂ തന്നാൽ നീ എൻ്റെ കൂടെ പോരുമോ? ഞാൻ കൂട്ടി വച്ച കൂട്ടിനി കുയിലായി പാടുമോ? നീ എന്നിണയായി കൂടുമോ? ഒരു പൂ തന്നാൽ നീ എൻ്റെ കൂടെ പോരുമോ? ഞാൻ കൂട്ടി വച്ച കൂട്ടിനി കുയിലായി പാടുമോ? നീ എന്നിണയായി കൂടുമോ?
കരളിൻ്റെ മുത്തല്ലേ നീ, കനവിൻ്റെ നിറമല്ലേ നീ, വിരിയുന്ന പൂവിനഴകേ തിളങ്ങുന്ന താരകമേ. കരളിൻ്റെ മുത്തല്ലേ നീ, കനവിൻ്റെ നിറമല്ലേ നീ, വിരിയുന്ന പൂവിനഴകേ തിളങ്ങുന്ന താരകമേ. എൻ സഖിയായി നീയും വരുമോ, മനം നിറയെ മധുരം തരുമോ, അഴകിൻ്റെ അഴകല്ലേ അനുരാഗമലരല്ലേ, അഴകിൻ്റെ അഴകല്ലേ അനുരാഗമലരല്ലേ. ഒരു പൂ തന്നാൽ നീ എൻ്റെ കൂടെ പോരുമോ, ഞാൻ കൂട്ടിവച്ച കൂട്ടിനി കുയിലായി പാടുമോ, നീ എന്നിണയായി കൂടുമോ. അല്ലെങ്കിൽ അടിപൊളി. എം ജി സാറാണ് ശരിക്കും പാടി. പക്ഷേ ഈ ഒരു ഷാപ്പ് ചെയ്തല്ലേ? എഴുതിയ ലിറിക് മ്യൂസിക്കും ഷാഫിക്കും. എന്തായാലും രണ്ടുപേരും കൂടി ഞങ്ങൾക്ക് ഒരു സംഗീത വിരുന്ന് തന്നു. അതെ, രണ്ടുപേരുടെയും പാട്ട് നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്തു. സോ ഇത് ഇപ്പം ചേട്ടൻ നേരത്തെ പറഞ്ഞല്ലോ വലിയ വലിയ വേദികളിലൊന്നും പോയിട്ടില്ല. ഈ വലിയ വേദി ഇനി വരാനുള്ള വലിയ വേദികൾക്ക് ഒരു തുടക്കമാകട്ടെ എന്ന് നമ്മൾ പറയുന്നു കേട്ടോ. അപ്പൊ ജാബിർ ഷാ ചേട്ടാ, താങ്ക് യു സോ മച്ച് വന്നതിൽ, ഒരുപാട് നല്ല പാട്ടുകൾ നമുക്ക് പാടി തന്നതിൽ അല്ലേ നമ്മളെല്ലാവരും ഒരുപാട് ജാബിർ ഷാ നേരത്തെയും ഒരുപാട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു സാധനം ഈ ഒരു വോയിസിൽ പാടിയപ്പോൾ ഭയങ്കര ഇഷ്ടം, ഒരു വെറൈറ്റി തോന്നിച്ചേട്ടാ, ഗംഭീരമായിരുന്നു. താങ്ക് യു രണ്ടുപേർക്കും. അതെ, സംഗീതവും പോസിറ്റിവിറ്റിയും ഒക്കെ എന്നും മനസ്സിൽ നിറയ്ക്കുക. ഇനി നമ്മുടെ വേദിയിൽ വരാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരുപാട് ചിരിക്കാനുള്ള നല്ല തകർപ്പൻ സ്കിറ്റുകൾ ഇന്നുണ്ടായിരുന്നു. അതുപോലുള്ള സ്കിറ്റുകളുമായിട്ട് നമ്മൾ വീണ്ടും നാളെ വരുന്നതായിരിക്കും. അതുവരേക്കും എന്റെ ഓഡിയൻസിന് ഒരുപാട് നന്ദി. നല്ല കിടിലൻ ഓഡിയൻസ് ആയിരുന്നു ഇന്നത്തെ അല്ലേ? അയ്യോ വൈബ്. അപ്പൊ കാര്യക്കാരെ നമുക്ക് വീണ്ടും നാളെ വരാം അല്ലേ? അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ നിന്നും ദിസ് ഇസ് മീ മീനാക്ഷി സുധീർ സൈനിങ് ഓഫ് ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്.